അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇർഷാദു തുല്ലാബ് സബക്ക് 18. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാലു, ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൈദാ മശാ, ഉസ്താദ് നടന്നു പോകുമ്പോൾ, കാന, ഈ ശിഷ്യനായിരിക്കണം, അൻ യമീനിഹി, ഉസ്താദിൻ്റെ വലത് ഭാഗത്തായിരിക്കണം. ഉസ്താദും ശിഷ്യനും നടന്നു പോകുമ്പോൾ ഉസ്താദിൻ്റെ വലത് ഭാഗത്ത് ശിഷ്യനായിരിക്കണം. വലാ യസ്അലുഹു ഫി ത്വരീഖി, വഴിയിൽ വെച്ച് ഉസ്താദിനോട് നെയ്യാൻ പാടില്ല, സംശയങ്ങളോ മറ്റോ ചോദിക്കരുത്. ഉസ്താദ് ധൃതിയിൽ പോവുക, ഇവനും കൂടെയുണ്ട്, ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ചോദിച്ചു കാണും. മസലയാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, ലക്ഷ്യസ്ഥാനത്തിലെത്തിയിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. വലയതുക്കുൽ ബാബ, വാതിൽ പോയി ഇവൻ മുട്ടരുത്. ഉസ്താദ് റൂമിലായിരിക്കും, ഓഫീസ് റൂമിലായിരിക്കും, ഒരു താരം പറയാം, അവിടെ പോയി വാതിൽ പോയി ഇങ്ങനെ മുട്ട ചെയ്യരുത്. വലെങ്കിലും യസ്പിറു, ഈ ശിഷ്യൻ ക്ഷമിച്ചു നിൽക്കണം. ഹത്താ യഖ്റുജ, ഉസ്താദ് വെളിയിൽ വരുന്നത് വരെ, ഉസ്താദ് പുറപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഉസ്താദ് പുറത്ത് വെളിയിൽ വരുന്നത് വരെ ഇവൻ ക്ഷമിച്ചു നിൽക്കണം. വയംതസിലു അംറഹു, ഉസ്താദിൻ്റെ കൽപ്പനകളെ ഇവൻ അനുസരിക്കണം. ഫി ഗൈരി മഅസിയത്തില്ല, അള്ളാഹ്ക്ക് എതിര് ചെയ്യുന്നത് അല്ലാത്തതിൽ. തെറ്റ് ചെയ്തോ അറിയുമ്പോൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ആ കള്ളമുപ്പിൽ കൊടുന്ന നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ നീ പോയി വ്യഭിചരിച്ചോ, ഇതിനൊക്കെ അനുസരിക്കണോ? വേണ്ട. അള്ളാഹ്ക്ക് മഅസിയത്ത് അല്ലാത്തിൽ ഉസ്താദിൻ്റെ കൽപ്പനകളെ ഇവൻ അനുസരിക്കണം. ഖീല, പറയപ്പെട്ടു, യുഖദ്ദമു അബുൽ ഇഫാദത്തി, ഇഫാദത്തിൻ്റെ പിതാവിനെ മുന്തിക്കപ്പെടണം. അല അബിൽ വിലാദത്തി, വിലാദത്തിൻ്റെ അബിനേക്കാൾ. ഇഫാദത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം നൽകുന്ന പിതാവ്, അഥവാ ഉസ്താദുമാർ. വിലാദത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാലോ ഈ ലോകത്ത് ജന്മം നൽകുന്ന വാപ്പ. അതിനേക്കാൾ ഇഫാദത്തിൻ്റെ പിതാവിനെ മുന്തിക്കപ്പെടണം. കാരണം അസാനി, രണ്ടാമത്തെ പിതാവ്, സബബുൽ ഹയാത്തിൽ ഫാനിയത്തി, ഈ നശിച്ചു പോകാനുള്ള ദുന്യവിയായ ജീവിതത്തിൻ്റെ കാരണമാണ്. ഇത് നശിച്ചു പോകാനുള്ള തടിയല്ലേ, അതിൻ്റെ കാരണക്കാരൻ. വല്ല ആഖ്റു, മറ്റേ വാഫ, ഇഫാദത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ സബബുൽ ഹയാത്തിൽ അബദിയത്തി, ശാശ്വതമായ ജീവിതത്തിൻ്റെ കാരണക്കാരനാണ്, അഥവാ എന്നെന്നും സ്വർഗത്തിൽ നിലനിൽക്കാനുള്ള ആ ഹയാത്തിൻ്റെ കാരണമാണ് ആര്? ഇഫാദത്തിൻ്റെ പിതാവ്. വഹാദ, ഈ പിതാവ് അഥവാ ഇഫാദത്തിൻ്റെ പിതാവ്, അല്ലതി, യാതൊരുത്തരാണ്, അൻഖദഹു, ഈ ശിഷ്യനെ അദ്ദേഹം രക്ഷിച്ചു, മിൻ ദുൽമത്തിൽ ജഹലി, മിൻ ദുൽമത്തിൽ ജഹലി, അറിവില്ലായ്മ എന്നതിൻ്റെ ഇരുളിൽ നിന്ന് അവനെ രക്ഷിച്ചു. എന്നിട്ടോ ഔസലഹു ഇലാ നൂരിൽ ഈമാൻ, ഈമാനാകുന്ന നൂറിലേക്ക് അവനെ ചെറുക്കുകയും ചെയ്തു. ഫഹുവ, ഈ ഇഫാദത്തിൻ്റെ പിതാവ്, ഖൈറുൽ വാലിദൈൻ, രണ്ട് പിതാക്കളിൽ വെച്ച് ഖൈറായവരാണ്. ആര്? ഇഫാദത്തിൻ്റെ വാപ്പ. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.